ഗോഡ്സെ പറയുന്ന കാരണങ്ങളിലൊന്ന് ഇതാണ്. മഹാത്മാഗാന്ധിയെ 1948 വധിക്കാൻ ഗോഡ്സെ പറയുന്ന കുറേ കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായി ഗോഡ്സെ പറയുന്നത് 1931 AICCയുടെ കറാച്ചി സമ്മേളനം, അതായത് ഇന്നത്തെ പാകിസ്ഥാനിലുള്ള കറാച്ചിയിലെ AICC സമ്മേളനം. അന്നത്തെ തീവ്ര വലതുപക്ഷ സുഹൃത്തുക്കൾക്ക് ഈ ഫ്ലാഗിൽ പച്ചയും വെള്ളയും അടക്കമുള്ള നിറങ്ങൾ വന്നത് ഭയങ്കര ദേഷ്യമായി. അവർക്കിത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി. അങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കിയപ്പോൾ കോൺഗ്രസ്സുകാർ ഒരു 7 അംഗ കമ്മിറ്റിയെ, ഫ്ലാഗ് കമ്മിറ്റി 1931 കറാച്ചി സമ്മേളനത്തിൻ്റെ ഭാഗമായി വെച്ചു. ഇസ്ലാമിക പണ്ഡിതനായ മൗലാന അബുൽ കലാം ആസാദ്, ലെഫ്റ്റ് ലിബറലായ പ്രോഗ്രസീവായ നിരീശ്വരവാദിയായ നെഹ്റൂജി അടക്കമുള്ള 7 പേരായിരുന്നു കമ്മിറ്റിയിൽ. അവസാനം കമ്മിറ്റി തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു നിർദ്ദേശം കൊടുത്തു. എന്നാൽ നമുക്ക് ഒരു കാവി പതാക ഇന്ത്യക്കാകാം, പ്ലസ് അതിൻ്റെ കൂടെ ഒരു ചർക്കയും കൂടെ മതി. ഇതാണ് 1931 ഡോക്യുമെൻ്റായി കൊടുത്ത നിർദ്ദേശം. ഒരുപക്ഷെ മൗലാന അബുൽ കലാം ആസാദിൻ്റെ വലിയ മനസ്സുകൊണ്ട്, നല്ല മനസ്സുകൊണ്ട് തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എങ്ങനെങ്കിലും ഒരുമിച്ച് പോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തായിരിക്കും. അതിനെ ഗോഡ്സെ പറയുന്നു ഏറ്റവും എതിർത്തത് മഹാത്മാഗാന്ധിയാണ്. കോൺഗ്രസിലെ 7 അംഗ കമ്മിറ്റി അംഗീകരിച്ചിട്ടും മഹാത്മാഗാന്ധി ഒറ്റയ്ക്ക് അതിനെ എതിർത്തു തോൽപ്പിച്ചു. ഇതാണ് ഇങ്ങനെ കൊല്ലാനുള്ള എൻ്റെ കാരണങ്ങളിൽ ഒന്നെന്നാണ് ഗോഡ്സെ രേഖപ്പെടുത്തുന്നത്. മൗലാന അബുൽ കലാം ആസാദിൻ്റെ വലിയ മനസ്സാണ് തർക്കങ്ങൾ വേണ്ട, ഇനിയും ചിലർക്ക് പ്രശ്നമുണ്ടെങ്കിൽ നമുക്കൊരു നിറത്തിലേക്ക് പോകാമെന്ന് പറയുന്നത്. അതിനേക്കാൾ വലിയ മഹാത്മാഗാന്ധിയുടെ മനസ്സാണ് അതൊന്നും പറ്റൂല, ആരംഗീകരിച്ചാലും ഇന്ത്യയുടെ ബഹുസ്വരത നമുക്ക് ഒരു കാരണവശാലും എതിർക്കാൻ കഴിയില്ല. നിങ്ങൾക്കതിനെ മതേതരത്വം എന്ന് വിളിക്കാം, മതസൗഹാർദ്ദം എന്ന് വിളിക്കാം, ബഹുസ്വരത എന്ന് വിളിക്കാം, അയ്യപ്പ വാവർ സൗഹൃദം എന്ന് വിളിക്കാം, മാനവ സൗഹാർദ്ദം എന്ന് വിളിക്കാം, വിശ്വമാനവികത എന്ന് വിളിക്കാം, സെക്കുലറിസം എന്ന് വിളിക്കാം, പ്ലൂറലിസം എന്ന് വിളിക്കാം, ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കാം, നാനാത്വത്തിൽ ഏകത്വം എന്ന് വിളിക്കാം. നിങ്ങളുടേതായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ താല്പര്യം പോലെ എന്തു പേര് വിളിച്ചാലും ഇതില്ലാതെ ഇന്ത്യക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇതാണ് അതിൻ്റെ പച്ച പരമാർത്ഥം. എന്ന് പറഞ്ഞാൽ പരസ്പരം വിദ്വേഷത്തോടെ, സാഹോദര്യമില്ലാതെ, ഐക്യമില്ലാതെ ഈ രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇടതുപക്ഷക്കാർക്ക് അതിനെ സെക്കുലറിസം, മതനിരപേക്ഷത തുടങ്ങിയ വാക്കുകൾ കൊണ്ട് അത്രയും മനോഹരമായ ഒരാശയം, ഗാന്ധിജിയുടെ ആശയം പറയുമ്പോൾ തന്നെ പരിശുദ്ധമായൊരു ബാങ്കുവിളി വന്നത് ആ ബഹുസ്വരതയ്ക്കുള്ള ദൈവീകമായൊരു അംഗീകാരമായി, അല്ലെങ്കിൽ ആത്മീയമായൊരു അംഗീകാരമായി ഞാൻ കാണുന്നു. അതിന് നന്ദി പറയുന്നു. അപ്പോൾ ആ പോയ 2 മിനിറ്റും കൂടെ ബാക്കി എടുത്തിട്ട് രണ്ടാമത്തെ കാര്യം, നിങ്ങളിവിടെ കൂടിയിരിക്കുന്നത് പലരും പറയാറുണ്ട് അത് മുസ്ലിം സംരക്ഷണ വേദികളാണ്. യഥാർത്ഥത്തിൽ ഞാൻ അടുത്ത പറയാൻ പോകുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൗതുകം തോന്നും. നിങ്ങളുടെ ഇത്തരം എല്ലാ പരിപാടികളും നിങ്ങൾ മുസ്ലിം സമുദായത്തെ മാത്രമല്ല, നിങ്ങൾ ഹിന്ദു സമുദായത്തെ കൂടെ രക്ഷിക്കുക. നിങ്ങൾ ഭരണഘടനയെ മാത്രമല്ല, ഇന്ത്യ എന്ന മഹാരാജ്യത്തെ രക്ഷിക്കുകയാണ് ഇത്തരം ഓരോ പരിപാടികളും. ഇവിടെ നിങ്ങളിൽ കൂടിയിരിക്കുന്നവർ ചിലരെങ്കിലും വിചാരിക്കും അത് നിങ്ങളുടെ വേദിയിൽ വന്ന് നിങ്ങളെ പുകഴ്ത്തി പറയുകയാണ്, നിങ്ങളെ സുഖിപ്പിക്കാൻ പറയുകയാണ്, നിങ്ങളെ പ്രീണിപ്പിക്കാൻ പറയുകയാണ്. നിങ്ങളിൽ ചിലർക്ക് പോലും അങ്ങനെ അഭിപ്രായം ഉണ്ടാകും. പക്ഷേ അടുത്തൊരു 20 മിനിറ്റ് കേട്ട് കഴിയുമ്പോൾ ആ അഭിപ്രായം നിങ്ങൾക്ക് മാറും. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും വലിയ ഒരു മാനം നിങ്ങളുടെ ഈ ഓരോ പ്രക്ഷോഭത്തിനും സമരത്തിനുമുണ്ട്. മുസ്ലിം സമുദായത്തെ മാത്രമല്ല, ഹിന്ദു സമുദായത്തെ, ഇന്ത്യയെ തന്നെ രക്ഷിക്കുന്ന വലിയൊരു ആശയധാര, വലിയൊരു ചിന്താധാര, വലിയൊരു ഐക്യത്തിൻ്റെ സന്ദേശം ഇത്തരം സന്ദർഭങ്ങളിലുണ്ട്. അത് മനസ്സിലാക്കാൻ CAA NRC കഴിഞ്ഞാൽ ഏറ്റവും വലിയ അജണ്ടയായി BJP RSS മുമ്പോട്ട് വെക്കുന്ന, നേരത്തെ ഷിബു ബേബി ജോൺ സാർ വളരെ പ്രസക്തമായി സൂചിപ്പിച്ച, അതാണ് സൂചിപ്പിക്കേണ്ട കാര്യം, യൂണിഫോം സിവിൽ കോഡ് എന്ന ആശയമാണ്. യഥാർത്ഥത്തിൽ CAAയും NRCയും സെമി ഫൈനൽ ആണെങ്കിൽ ഫൈനൽ യൂണിഫോം സിവിൽ കോഡാണ്. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കഴിഞ്ഞ 10-30 വർഷങ്ങളായി മുമ്പോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയതയുടെ അടയാളങ്ങളിലൊന്ന് യൂണിഫോം സിവിൽ കോഡ്, അല്ലെങ്കിൽ ഏകീകൃത സിവിൽ നിയമം എന്ന ആശയമാണ്. ഈ ഏകീകൃത സിവിൽ നിയമത്തെ പൊതുവെ ഏറ്റവും ഉച്ചത്തിൽ BJP സപ്പോർട്ട് ചെയ്യും. കോൺഗ്രസിന് പൊതുവെയുള്ള നിലപാട് 2 സൈഡിനെയും ബാലൻസ് ചെയ്ത്, ഇപ്പം കപിൽ സിബലിനെ പോലുള്ളവർ സുപ്രീം കോടതിയിൽ പറയുന്നത് ഏകീകൃത സിവിൽ നിയമം നമ്മുടെ ഭരണഘടനയിലുണ്ട്, പക്ഷേ തൽക്കാലം നടപ്പാക്കേണ്ട, അതിന് പാകമായില്ല എന്നൊക്കെയാണ്. ഇടതുപക്ഷത്തിൽ മഹാനായ EMSനെ പോലൊരു സൈദ്ധാന്തികൻ്റെ പണ്ടത്തെ നിലപാട് നടപ്പാക്കണമെന്നാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിൽ ഇതൊരു വടിയായി ഹിന്ദുത്വ ശക്തികൾ മുസ്ലിങ്ങളെ തല്ലാൻ ഉപയോഗിക്കുന്നത് ശരിയല്ല, പേഴ്സണൽ ലോസ് മാറിയാൽ മതി എന്നാണ് CPMൻ്റെ കാഴ്ചപ്പാട്. മുസ്ലിം സംഘടനകളിൽ ഏറ്റവും മൃദുവായ ബഹുസ്വരമായ നിലപാടെടുക്കുന്ന മുസ്ലിം ലീഗ് പോലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആദരിക്കുന്ന പ്രസ്ഥാനങ്ങൾ മുതൽ കടുപ്പമുള്ള നിലപാടുകൾ എടുക്കുന്ന പോപ്പുലർ ഫ്രണ്ട് വരെയുള്ളവർ ശക്തമായി ഈ ഏകീകൃത സിവിൽ നിയമത്തെ, യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുക.
ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ ആദ്യം ഇത് ഉൾപ്പെടുത്തിയത് മുസ്ലിം സമൂഹത്തിൻ്റെ എതിർപ്പുകളെ മറികടന്ന് ഭാരതത്തിൻ്റെ ഭരണഘടനാ ശില്പിയായ അംബേദ്കർ, അദ്ദേഹം അന്ന് മുസ്ലിം സമൂഹത്തിൻ്റെ ഉറപ്പും കൊടുത്തിരുന്നു, നിങ്ങളുടെ അനുമതി ഇല്ലാതെ ഇത് നിങ്ങളിൽ ആപ്ലിക്കബിൾ ആകില്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റിലുള്ള കാര്യമാണ്. ഇനി യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് വരാം. എന്താണ് യൂണിഫോം സിവിൽ കോഡും CAA NRC പോലുള്ള കാര്യങ്ങളുടെ അപകടം? അത് മുസ്ലിങ്ങളെക്കാൾ എങ്ങനെ ഹിന്ദുക്കളെ ബാധിക്കും എന്ന് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവിടെയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി കൂടിയല്ല, എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ സന്തതി പരമ്പരകൾക്കും കൂടി വേണ്ടിയാണ് എന്നൊരു തിരിച്ചറിവ് പൊതുസമൂഹത്തിനുണ്ടാകുന്നത്. യൂണിഫോം സിവിൽ കോഡിനെ ഞാൻ വളരെ ശക്തമായി യൂണിഫോം സിവിൽ കോഡ് ശരിയാണെന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ്. കേരള ഹൈക്കോടതിയിലെ പ്രമുഖരായ ഇപ്പോഴിരിക്കുന്ന ജഡ്ജിമാർ ഒരു പരിപാടി നടത്തിയിൽ നമ്മുടെ മുസ്ലിം ലീഗിലെ കബീർ മാസ്റ്റർ ഉണ്ടായിരുന്നു, CPM-ലെ രാജീവ് സാർ ഉണ്ടായിരുന്നു, ഞാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വളരെ ശരിയാണെന്ന് വിശ്വസിച്ച് യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി വാദിച്ച വ്യക്തിയാണ്. അതിൻ്റെ പിന്നിലെ അജണ്ടകളോ ദുരുദ്ദേശങ്ങളോ ഒന്നും അറിയുന്നില്ല. വിശിഷ്യ സവർണ സമൂഹത്തിൽ പിറക്കുന്ന, സവർണ ഹിന്ദു സമൂഹത്തിൽ പിറക്കുന്ന എന്നെ പോലുള്ള ആൾക്കാർ ചെറിയ പ്രായം മുതലേ കേട്ടുവരുന്ന രണ്ട് കള്ളങ്ങളാണ്, രണ്ട് തെറ്റിദ്ധാരണകളാണ് സംവരണവും യൂണിഫോം സിവിൽ കോഡും. ഞങ്ങളെ ചെറിയ പ്രായം മുതൽ ഞങ്ങളോട് പറയുന്നത് സംവരണം തെറ്റും യൂണിഫോം സിവിൽ കോഡ് ശരിയുമാണ് എന്നാണ്. ഇതാണ് ഞങ്ങളെ ചെറിയ പ്രായത്തിൽ പഠിപ്പിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 10 വർഷം എടുത്തു തിരിച്ചറിയാൻ. അങ്ങനെയല്ല, അത് നേരെ തിരിച്ചാണ്. സംവരണം ശരിയും യൂണിഫോം സിവിൽ കോഡ് തെറ്റുമാണ് എന്ന്. ആ പശ്ചാത്തലം കൂടി നിങ്ങൾ അറിയണം. ഈ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഏറ്റവും എതിർപ്പ് പ്രകടിപ്പിച്ച വ്യക്തി ആരാണെന്നറിയുമ്പോഴാണ് നിങ്ങളുടെ ഇത്തരം സമരങ്ങൾ നിങ്ങളെ മാത്രമല്ല രാഷ്ട്രീയപരമായി BJP-യെയും RSS-നെയും കൂടെ നന്മയുടെ വഴിക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുന്നു. RSS-ന്റെ ചരിത്രത്തിലെ, BJP-യുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാൾ RSS-ന്റെ പരമാചാരനായിരുന്ന ഗുരുജി ഗോൾവൽക്കറാണ്. മാധവ് സദാശിവ് ഗോൾവാൾക്കർ. RSS-ന്റെ ചരിത്രത്തിൽ ഇന്നും കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മരിച്ച പരമേശ്വർജി അടക്കം ഒരുപാട് പേർ ഗുരുജി ഗോൾവൽക്കറിനെ കണ്ട് ആകൃഷ്ടരായിട്ടാണ് RSS-ൽ ചേർന്നത്. ഒരു കാലത്ത് ഗാന്ധിജിയെ വേണമെങ്കിൽ ഞങ്ങൾക്ക് കൊല്ലുമെന്ന് പറയാതെ കൊല്ലും, വേണമെങ്കിൽ നിശബ്ദനാക്കാൻ പറ്റും എന്ന് വരെ ഗുരുജി ഗോൾവൽക്കർ പ്രസംഗിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വിചാരധാരയിൽ വി അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്നവരുടെ പുസ്തകത്തിൽ, ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന പുസ്തകത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും ശത്രുക്കളാണ് എന്നതടക്കം ഗുരുജി ഗോൾവൽക്കർ എഴുതിയിരുന്നു എന്നുള്ളത് സത്യമാണ്. ഈ ഗുരുജി ഗോൾവൽക്കർ ചെറിയ പ്രായത്തിലെ എടുത്തുചാട്ടവും തീവ്ര സ്വഭാവവും തീവ്ര സ്വരങ്ങളുമെല്ലാം മാറി 1970-കളായപ്പോൾ പ്രായത്തിൽ കുറെ കൂടെ പക്വത വന്നപ്പോൾ, അനുഭവജ്ഞാനം വന്നപ്പോൾ, കുറെ കൂടെ ജ്ഞാനവും അറിവും ഉൾക്കാഴ്ചയും വന്നപ്പോൾ കുറെ കൂടെ മഹാത്മാഗാന്ധിയുടെ ചിന്താധാരയോട് അടുക്കുകയും ഗാന്ധിജിയാണ് ശരി എന്ന തിരിച്ചറിവിലേക്ക് വരികയും ചെയ്തു. 23 ഓഗസ്റ്റ് 1972 RSS-ന്റെ അടിസ്ഥാന അല്ലെങ്കിൽ RSS-ന്റെ പ്രസിദ്ധീകരണമായ ഓർഗനൈസറിൽ ഗുരുജിയുടെ ഇന്റർവ്യൂ ഉണ്ട്. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഇന്റർവ്യൂവിൽ ഒന്നാണ്. അതിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ വായിക്കാം. ഇത് ഈ നാട്ടിൽ എല്ലാവർക്കും, മുസ്ലിം സമൂഹത്തിനും ഹിന്ദു സമൂഹത്തിനും രാഷ്ട്രീയപരമായി BJP-ക്കും RSS-നും ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഗുരുജി ഗോൾവൽക്കറിനോട് ഓർഗനൈസറിന്റെ ഏറ്റവും കൂടുതൽ കാലം എഡിറ്ററായിരുന്ന KR മൽക്കാനി ചോദിക്കുന്നു. അദ്ദേഹം പിന്നീട് ഗവർണറൊക്കെ ആയ വ്യക്തിയാണ്. KR മൽക്കാനി ചോദിക്കുന്നു, ഗുരുജി, ഒരു യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യക്ക് ആവശ്യമില്ലേ? നേരത്തെ യൂണിഫോം സിവിൽ കോഡിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഡൽഹി ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ ഒരു 3 വരി വിപ്പ് കൊടുത്തിരുന്നു. കാർത്തി ചിദംബരത്തിന്റെ മകനൊക്കെ അത് വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടി. അവസാന ദിവസം യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ഈ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് 1972 ചോദിക്കുന്നു, ഗുരുജി, ഒരു യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യക്ക് ആവശ്യമില്ലേ? ഗുരുജി ഗോൾവൽക്കർ പറയുന്നു, യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യക്ക് ആവശ്യമില്ല. യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യക്ക് ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ യഥാർത്ഥ പ്രശ്നം, ഇതിലൊരു വാക്കോ വരിയോ കുത്തോ കോമയോ എൻ്റെ അല്ല, ഗുരുജി ഗോൾവൽക്കറിനെ കോട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ പോയി സെർച്ച് ചെയ്യാൻ വായിക്കാൻ കഴിയും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, വിശിഷ്യ ഹിന്ദു വിശ്വാസത്തിൽപ്പെട്ട അല്ലെങ്കിൽ BJP RSS-ന്റെ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് നിങ്ങൾ വായിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. ഗുരുജി ഗോൾവൽക്കർ പറയുന്നു, ഇന്ത്യയുടെ യഥാർത്ഥ പ്രശ്നം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ സാഹോദര്യമില്ല എന്നുള്ളതാണ്. അടുത്ത വരി വളരെ പ്രസക്തമാണ്. നമ്മുടെ നാട്ടിലെ ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. മുസ്ലിങ്ങൾ 4 കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികൾ കൂടുന്നു എന്ന തെറ്റിദ്ധാരണ. ഈ തെറ്റിദ്ധാരണയുള്ള കുറേ ആൾക്കാരാണ് യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറയുന്നത്. ഇതിലൊരു കാര്യവുമില്ല. യഥാർത്ഥത്തിൽ ഈ യൂണിഫോർമിറ്റി അല്ല ഇന്ത്യക്ക് വേണ്ടത്, ഏകശിലാരൂപമല്ല ഇന്ത്യക്ക് വേണ്ടത്, ഐക്യമാണ് ഇന്ത്യക്ക് വേണ്ടത്. ഉത്തരം കേട്ട് KR മൽക്കാനിക്ക് അത്ഭുതമാവുകയാണ്. കാര്യം KR മൽക്കാനി അങ്ങനെ ഉത്തരം പ്രതീക്ഷിച്ചേയില്ല.
വലതുപക്ഷ പ്രസ്ഥാനങ്ങളും സവർണ ഹിന്ദു പ്രസ്ഥാനങ്ങളും പണ്ടു മുതലേ യൂണിഫോം സിവിൽ കോഡ് വേണം, യൂണിഫോം സിവിൽ കോഡ് വേണം, ഇതാണ് ദേശീയത എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗുരുജി പറയുന്നു പ്രകൃതിക്ക് ഈ ഏകശിലാത്മകത ഇഷ്ടമല്ല. അപ്പം KR മൽക്കാനി അത്ഭുതപ്പെടുകയാണ്. നേരത്തെ ട്രിപ്പിൾ തലാഖിന്റെ കാര്യമൊക്കെ പറയുകയുണ്ടായി. ഈ മുസ്ലിം സ്ത്രീകൾക്ക് പർദയും പോളിഗാമിയും ട്രിപ്പിൾ തലാഖും ഒക്കെ ഇല്ലേ, എന്ത് ചെയ്യണം? ഗുരുജി ഗോൾവൽക്കർ പറയുന്നു അവരുടെ സമൂഹത്തിനുള്ളിൽ അവർക്ക് പരിവർത്തനം വരുത്തണമെന്നുണ്ടെങ്കിൽ അവർ വരുത്തട്ടെ, നമ്മളായിട്ട് അതിൽ കയറി ഇടപെടേണ്ട കാര്യമില്ല. അവരുടെ ഉള്ളിൽ എന്തെങ്കിലും പരിവർത്തനത്തിന് ചിന്ത വന്നാൽ, മാറ്റം ഉള്ളിന്ന് വന്നാൽ നമുക്ക് സ്വാഗതം ചെയ്യാം. അനാവശ്യമായി ഇതിൽ കയറി ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല. ഇന്റർവ്യൂ നിർത്തുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്കാണ് ഏറ്റവും പ്രസക്തം. ഈ യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ യൂണിഫോമിറ്റി അടിച്ചേൽപ്പിച്ചാൽ അത് രാഷ്ട്രത്തിൻ്റെ, ഇന്ത്യയുടെ നാശത്തിന് കാരണമാകും. ഇതാണ് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചുള്ള RSS BJPയിലുള്ള ഏറ്റവും വലിയ പരമാചാരനായ ഗുരുജി ഗോൾവൽക്കറിന്റെ നിലപാട്. മുസ്ലിം സംഘടനകൾ യൂണിഫോം സിവിൽ കോഡിനെ എത്ര എതിർക്കുന്നുണ്ടോ അതിൻ്റെ ഇരട്ടി യൂണിഫോം സിവിൽ കോഡിനെ എതിർത്തൊരു വ്യക്തിയാണ് ഗുരുജി ഗോൾവൽക്കർ. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. അപ്പം നിങ്ങൾ ഒരുപാട് പേർക്ക് ഡൗട്ട് തോന്നും, എന്നാ പിന്നെ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞ് പ്രകോപിപ്പിക്കുന്നത്? എന്നാ പിന്നെ എന്തിനാ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നു എന്ന് പറയേണ്ടത്? അവിടെയാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത്. അത് മനസ്സിലാക്കിയാലേ എന്താണ് NRC, എന്താണ് CAA, എന്താണ് UCC അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ്, എന്താണ് ഈ കലാപങ്ങൾ എന്നറിയാൻ കഴിയും. അതിന് മനസ്സിലാക്കാനും ഒരു പശ്ചാത്തലം പറയാം. കഴിഞ്ഞ 2017 രാജ്യം ഗാന്ധി ജയന്തി ആഘോഷിക്കുന്ന ഉത്തർപ്രദേശിൽ മുഹറം ആഘോഷിക്കുന്ന അവസരത്തിൽ യോഗി ആദിത്യനാഥിന്റെ സർക്കാർ, അതായത് BJP സർക്കാരാണ്, അദ്ദേഹം ചെയ്തൊരു നല്ല കാര്യമാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥിനെ കോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, പിണറായി വിജയന്റെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിണറായി വിജയന്റെ മതേതര ഗൂഢാലോചനയാണെന്ന് പറയും. കോൺഗ്രസിന്റെ സർക്കാർ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ പ്രീണനം നടത്തി, മുസ്ലിം പ്രീണനം നടത്തി എന്ന് പറയും. എന്തായാലും യോഗി ആദിത്യനാഥ് ചെയ്ത കാര്യം അങ്ങനെ പറയില്ലല്ലോ. ഒക്ടോബർ 2-3 2 ബ്രാഹ്മണ പിള്ളേരെ UP ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തു. അവരുടെ പേര് രാം തിവാരി, മംഗൾ ദീക്ഷിത്. ഇവർ ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ, ഒരു മുഹറത്തിന് തലേ ദിവസം ഞങ്ങൾ ഗോമാതാവ് എന്ന് വിശ്വസിക്കുന്ന പശുവിനെ ഇവർ സ്വന്തമായി അറുത്തിട്ട് അത് മുസ്ലിങ്ങളാണ് അറുത്തിട്ടതെന്ന് വരുത്തി തീർത്തി കലാപത്തിന് ശ്രമിച്ചു. ഇതിനാണ് UP പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത്. ഇതിൻ്റെ പിന്നിൽ BJP ഇല്ല, അല്ല ഇതിൻ്റെ പിന്നിൽ കോൺഗ്രസ് ഇല്ല, കമ്മ്യൂണിസ്റ്റുകാരില്ല, മതനിരപേക്ഷ കക്ഷികളില്ല, വേറൊരു രാഷ്ട്രീയ പാർട്ടിയില്ല. UPയിൽ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാരിൻ്റെ പോലീസ് ചെയ്തതാണ് ഈ 2 ബ്രാഹ്മണ പിള്ളേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പശുവിനെ സ്വന്തമായിട്ട് അറുത്ത് മുസ്ലിം വിരുദ്ധ കലാപത്തിന് ശ്രമിച്ചു എന്ന് പറഞ്ഞു. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരാം. കഴിഞ്ഞ ഓഗസ്റ്റ് 31, 2019 മലപ്പുറത്ത് രാമകൃഷ്ണൻ എന്നൊരാളെ അറസ്റ്റ് ചെയ്തു നമ്മുടെ കേരള പോലീസ്. പുള്ളി എന്താ ചെയ്തതെന്നറിയാമോ? മലപ്പുറത്ത് ഒരു അയ്യപ്പ ക്ഷേത്രം, ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ രാത്രി ചെന്ന് ആ ക്ഷേത്രം അടിച്ചു പൊളിച്ചു. എന്നിട്ട് വെളിയിൽ പറയാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ആ ക്ഷേത്രത്തിനുള്ളിൽ ചെയ്തു. കേരള പോലീസ് പുള്ളിയെ അറസ്റ്റ് ചെയ്തു. എന്തിനാ ചെയ്തത്? പുള്ളി എങ്ങനെയെങ്കിലും ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കണം, അതായത് മുസ്ലിങ്ങളാണ് മലപ്പുറത്ത് ചെയ്തതെന്ന് വരുത്തി തീർത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇത് പോലീസ് റെക്കോർഡ് ചെയ്ത് കോടതിയിൽ കിടക്കുന്ന കേസുകളാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? ഈ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം ഒരു മുസ്ലിം അപരത്വം സൃഷ്ടിക്കുക, മുസ്ലിം ശത്രുവിനെ സൃഷ്ടിക്കുക. മറുഭാഗത്തൊരു ശത്രു ഉണ്ട്, നമ്മളെ ആക്രമിക്കാൻ വരുന്നു. മറുഭാഗത്തൊരു അപരനുണ്ട്, അതറുണ്ട്, നമ്മളെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് ഹിന്ദു സമൂഹത്തിനുള്ളിൽ ഭീതി ജനിപ്പിക്കുകയും പേടി ജനിപ്പിക്കുകയും വിഘടിച്ച് കിടക്കുന്ന നായർ സമൂഹമായി, ഈഴവ സമൂഹമായി, ധീവര സമൂഹമായി, പുലയ സമൂഹമായി, ബ്രാഹ്മണ സമൂഹമായി, വെള്ളാള സമൂഹമായി, ആദിവാസി സമൂഹമായി, അമ്പലവാസി സമൂഹമായി വിഘടിച്ച് കിടക്കുന്ന ഈ ഹിന്ദു സമൂഹത്തെ മുസ്ലിം വിരോധത്തിൻ്റെ ഒരു ചരടിൽ കോർക്കാൻ, അല്ലെങ്കിൽ മുസ്ലിം അപരത്വത്തിൻ്റെ ചരടിൽ കോർക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമാണ് നടക്കുന്നത്. മുസ്ലിങ്ങൾ നമ്മുടെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകണു, മുസ്ലിങ്ങൾ നമ്മുടെ സ്ഥലം തട്ടിക്കൊണ്ടുപോകണു, മുസ്ലിങ്ങൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ ശത്രുതാ നിർമ്മാണ പ്രക്രിയയാണ് അദ്ദേഹം കാണുന്നത്. അതാണ് ഷിബു ബേബി ജോൺ സാറൊക്കെ നേരത്തെ പറഞ്ഞത്. സ്ലോ പോയിസൺ എന്ന രീതിയിൽ പതുക്കെ പതുക്കെ മുസ്ലിം വിരോധം വരും. പല ഹിന്ദു തീവ്ര വലതുപക്ഷ സംഘടനകളോട് ഞാൻ അടികൂടാറുണ്ട്. അയ്യപ്പൻ വാവർ സൗഹൃദം എല്ലാവർക്കും അറിയാം, നമ്മൾ കാണുന്നതാണ്. ഇവരിപ്പം പറയുന്നത് അത് വാവരല്ല, വാപുരനാണ് എന്നാണ്. കള്ളം പറയുന്നതിന് മടിയൊന്നുമില്ലല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ കള്ളം പറയും. ഇത് വാപുരനാണ്. ഇന്നലെ വേറൊരാൾ പറഞ്ഞു യഥാർത്ഥത്തിൽ ഇത് വടുക ഭൈരവനാണ് എന്ന്. ഞാൻ പറഞ്ഞു പറയുന്നതിനൊക്കെ എന്തെങ്കിലും ഒരു മാന്യത വേണം.
നിങ്ങൾ അറിയുമ്പോൾ ചിലർക്ക് കൗതുകം തോന്നും. എനിക്കെതിരെ തീവ്ര വലതുപക്ഷ ഒരു ഹിന്ദു സംഘടന ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, 10,000 കോപ്പിയുള്ള. അവർ പറയുന്നത് രാഹുൽ ഈശ്വർ കാശ് മേടിച്ചാണ് വാവരെയും വെളുത്തയും. അയ്യപ്പൻ ഒരു ക്രിസ്ത്യൻ സുഹൃത്തുണ്ട് വെളുത്ത. ഈ വാവരെയും വെളുത്തയും കുറിച്ച് ഇവൻ എപ്പോഴും പറയുന്നത് കാശ് മേടിച്ചാണെന്നാണ്. ഒരു പുസ്തകം തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇതിന്റെ കാര്യം, വാവരും വെളുത്തയും ഉണ്ടെങ്കിൽ ഈ അപരത്വം ഉണ്ടാവില്ല. കാര്യം ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒരുമിച്ച് നിൽക്കാമെന്ന ആശയം വരും. അത് പാടില്ല. എങ്ങനെങ്കിലും ശത്രുതാ നിർമ്മാണം, അപരത്വ നിർമ്മാണം, മറുഭാഗത്ത് നമ്മളെ ശത്രുക്കൾ ഇല്ലാതാക്കാൻ വരുന്നു എന്ന തെറ്റിദ്ധാരണ ജനിപ്പിച്ച് എങ്ങനെങ്കിലും അടിയുണ്ടാക്കുക. ഇത് തന്നെയാണ് ഗോഡ്സെയുടെ തന്ത്രം. നിങ്ങൾ എപ്പോഴെങ്കിലും ആൾക്കാർ ആലോചിച്ചിട്ടുണ്ടോ, പാർട്ടീഷൻ കാരണമാണ് ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊന്നെന്നാണ് സ്ഥിരം പലരും കള്ളം പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഗോഡ്സെ ജിന്നയ്ക്ക് നേരെ ഒരു കല്ലെങ്കിലും വലിച്ചെറിയണ്ടേ? ഏറ്റവും കൂടുതൽ പാർട്ടീഷന് വേണ്ടി പോരാടിയത് ഒരു പക്ഷത്തു നിന്ന് ജിന്നയും മറുപക്ഷത്തു നിന്ന് സവർക്കറെ പോലുള്ളവരുമാണ്. രണ്ടുപേരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും വേറെയാന്ന് പറഞ്ഞ് പോരാടി. മരിക്കുന്നത് വരെ ഗാന്ധിജിയും മൗലാന ആസാദും ഈ രാജ്യം വെട്ടിമുറിക്കാൻ പാടില്ല, ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞ് പോരാടി. ഇതിൽ ജിന്ന ഈശ്വരവിശ്വാസിയായിരുന്നില്ല, നിരീശ്വരവാദിയായിരുന്നു. സവർക്കർ നിരീശ്വരവാദിയായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും മതമോ വിശ്വാസമോ ഒന്നും ദൈവത്തിലേക്കുള്ള പാതയേ അല്ല, അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചട്ടുകങ്ങളായിരുന്നു. ഇവർ രണ്ടുപേരും ഈ രാജ്യത്തെ വെട്ടിമുറിക്കണമെന്ന് പറഞ്ഞ് നിന്നപ്പോൾ യഥാർത്ഥ രാമഭക്തനായ ഈശ്വരവിശ്വാസിയായ മഹാത്മാഗാന്ധിയും യഥാർത്ഥ ഖുറാൻ പണ്ഡിതനായ അള്ളാഹുവിൽ വിശ്വസിച്ച ഇസ്ലാമിക ചര്യകൾ അനുസരിച്ച് ജീവിച്ച മൗലാന അബുൽ കലാം ആസാദും ഏറ്റവും കൂടുതൽ ഒരുമിച്ച് വിഭജനത്തിനെതിരെയാണ് നിന്നത്. എന്തിനാണ് ഗോഡ്സെ കൊല്ലുന്നത്? 5 തവണ ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യം കൊല്ലാൻ ശ്രമിക്കുന്നത് 1944 ജൂലൈയിലാണ്. അന്ന് വിഭജനമില്ല, പാകിസ്ഥാനില്ല, വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ അത് മനസ്സിലാക്കിയാലേ ഇതിൻ്റെ സൈക്കോളജി അഥവാ മനഃശാസ്ത്രം മനസ്സിലാവൂ. കാര്യം ഗോഡ്സെക്ക് ഗാന്ധിജിയെ കൊല്ലാനുള്ള ആഗ്രഹം, ഗാന്ധിജി ഉണ്ടെങ്കിൽ ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ഉണ്ടാവില്ല, ഗാന്ധിജി ഉണ്ടെങ്കിൽ ഹിന്ദു മുസ്ലിം സ്പർദ്ധകൾ ഉണ്ടാവില്ല. ഗാന്ധിജിയെ മാറ്റിയാൽ, വിശ്വാസിയായ മതസൗഹാർദ്ദത്തിൽ നിൽക്കുന്ന ഒരു ഇന്ത്യക്കാരനെ മാറ്റിയാൽ പരസ്പരം അടികൂടിക്കോളും, പരസ്പരം തമ്മിത്തല്ലിക്കോളും. ഈ തമ്മിത്തല്ലാണ് അവരുടെ പ്രധാന ഊർജം. ഈ തമ്മിത്തല്ലാണ് ഗോഡ്സെവാദികളുടെ, അല്ലെങ്കിൽ ഗോഡ്സെ എന്ന് പറയുന്ന ഒരു ആശയ ലോകത്തിൽ നിൽക്കുന്നവരുടെ പ്രധാന ഇന്ധനം. ഈ ഫൈറ്റിലൂടെയാണ് അവർ എനർജി, അർത്ഥം. അതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്, വളരെ ആഴമേറിയ ഒരു സാമൂഹിക ശാസ്ത്രപരമായ പ്രശ്നമാണ്. ഈ യുദ്ധങ്ങളിലൂടെ അർത്ഥം കണ്ടെത്തുന്ന, സ്പർദ്ധകളിലൂടെ ഊർജം സംഭരിക്കുന്ന ഒരു മനോഭാവമാണ് ഗോഡ്സെ അടക്കമുള്ള ആൾക്കാർ എന്നും മുമ്പോട്ട് വെക്കുന്നത്. അതാ അവർക്ക് മഹാത്മാഗാന്ധിയെ ഇഷ്ടമല്ലാത്തത്, അയ്യപ്പനെയും വാവരെ ഇഷ്ടമില്ലാത്തത്. കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ ഐക്യത്തിൻ്റെ സൂചനകളാകും. അത് പാടില്ല. എന്നും ഹിന്ദുവും മുസ്ലിമും ശത്രുവായി നിൽക്കണമെന്ന് ആഗ്രഹിക്കും. അപ്പം UCC കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം എന്താ? സാധാരണ ആൾക്കാർ, പെട്ടെന്ന് വളർന്നു വരുന്ന ഹിന്ദുക്കൾക്ക് ഒരു രാജ്യം ഒരു നിയമം, കേട്ടാ വലിയ തെറ്റില്ലാന്ന് തോന്നും. പെട്ടെന്ന് എളുപ്പമാണ്, ഒരു രാജ്യം ഒരു നിയമം, എന്താണ് തെറ്റ്? ഇപ്പം ഇതിനെ മുസ്ലിങ്ങൾ എതിർക്കുന്നു. അപ്പം സാധാരണ ഹിന്ദുവിനോട് എന്ത് പറയാം? കണ്ടോ, അവനൊന്നും നമ്മുടെ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല, അവനൊന്നും നമ്മുടെ രാജ്യത്തെ അംഗീകരിക്കുന്നില്ല, അവനെല്ലാം നമ്മുടെ നാടിനെ അട്ടിമറിക്കാൻ നോക്കുക. ഇത് പറയാനുള്ള കളമുണ്ടാക്കാനാണ് യൂണിഫോം സിവിൽ കോഡ് അടക്കമുള്ള, അല്ലെങ്കിൽ ഈ NRCയും CAA ഒക്കെ കൊണ്ടുവരുന്നത്. ഇനി അതിൻ്റെ ദോഷം നിങ്ങൾക്ക് മാത്രമാണോ? അതിൻ്റെ ഏറ്റവും വലിയ ദോഷം, 4ാമത്തെ പോയിന്റ്, അവസാനത്തെ 6 മിനിറ്റ്. അതിൻ്റെ ഏറ്റവും വലിയ ദോഷം നിങ്ങളെക്കാൾ ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾക്കാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ശബരിമല കേസ്. ശബരിമല കേസ് ആരുടെ താല്പര്യമാണ്? അറിഞ്ഞിരിക്കണം. ഞാൻ ശബരിമല കേസിന് വേണ്ടി കഴിഞ്ഞ 14 വർഷമായി സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി പോരാടുന്നതാണ്. ശബരിമല കേസ് യഥാർത്ഥത്തിൽ ഒരു ഗൂഢാലോചനയാണ്. പേര് പറയുന്നതിന് വിഷമം തോന്നരുത്. പേര് പറയുന്നതിന് എനിക്ക് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ, വേറൊരാൾക്ക് ഉത്തരവാദിത്തമല്ല. ഓൾറെഡി എനിക്കെതിരെ ഒരു പരാതിയുണ്ട്, അതുകൊണ്ട് അത് കുഴപ്പമില്ല. ശബരിമല കേസ് ആദരണീയനായ 99% ജഡ്ജിമാരും നല്ലവരാണ്, ബഹുമാനമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടവും ആദരവുമാണ്. എന്നാൽ മുമ്പിരുന്ന ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര വളരെ ആലോചിച്ച് യൂണിഫോം സിവിൽ കോഡിന് കളമൊരുക്കാൻ വേണ്ടി ശബരിമലയെ ബലി കഴിക്കാൻ തീരുമാനിച്ചാണ് യഥാർത്ഥത്തിൽ ശബരിമല കേസ്. ഇതാണ് അതിൻ്റെ പച്ച പരമാർത്ഥം. ഈ 14 വർഷം പോകുമ്പോഴാണ് അതിൻ്റെ തിരിച്ചറിവുണ്ടാകും. അതായത് ശബരിമലയിലെ 5 ലക്ഷം സ്ത്രീകളാണ് എല്ലാ വർഷവും വരുന്നത്. ഞാനും എൻ്റെ അമ്മയും മുത്തശ്ശിയും കൂടെ പോകുന്നത്. എൻ്റെ മുത്തശ്ശിയാണ് ആദ്യമായിട്ട് ശബരിമലയിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഈ പ്രക്ഷോഭത്തിൻ്റെ പേരിൽ. ഞങ്ങളെല്ലാം അവിടെ പോകുന്നുണ്ട്. ശബരിമലയെ യുവതികൾക്കൊരു പ്രായ നിയന്ത്രണമുണ്ട്. ഇത് ശരിയാന്ന് വിശ്വസിക്കാം, തെറ്റാന്ന് വിശ്വസിക്കാം, അതൊക്കെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാട്. പക്ഷേ ശബരിമലയിൽ സ്ത്രീകൾക്ക് എന്തോ വലിയ പ്രശ്നമുണ്ട്. ഞങ്ങൾ വലിയ ത്യാഗമെടുത്ത് ഇവിടെ ഒരു മാറ്റം കൊണ്ടുവന്നു, പരിവർത്തനം കൊണ്ടുവന്നു എന്ന് ജസ്റ്റിസ് ദീപക് മിശ്ര പറയും. എന്നിട്ട് എന്ത് പറയും? ഇനിയും മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കാൻ നമുക്ക് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം. ഇത് പറയാനുള്ള കളമൊരുക്കലാണ് ജസ്റ്റിസ് ദീപക് മിശ്രയും അദ്ദേഹത്തെ കൂടുള്ളവരും
ചെയ്തത്. ഇത് ഞാൻ പറയുന്ന സിദ്ധാന്തമാണോ? അല്ല, ഇത് തുറന്നു പറയുന്ന ആൾക്കാരുണ്ട്. ഉദാഹരണം, BJPയുടെ രാജ്യസഭാ MP സുബ്രഹ്മണ്യ സ്വാമി. രാഹുൽ ഈശ്വർ പറയുന്നത് വിശ്വസിക്കേണ്ട. സുബ്രഹ്മണ്യ സ്വാമിയുടെ ശബരിമല വിഷയത്തിലെ നിലപാടെന്താ? ഇവിടെ ഇരുന്ന ബാലഗോപാൽ സാറും CPM-ലെ നമ്മുടെ സ്വരാജും ഒക്കെ അവരുടെ പാർട്ടി ഒരു വലിയ നിലപാടെടുത്തു. ശരിയോ തെറ്റോ രണ്ടാമത്തെ കാര്യം, എതിർപ്പുണ്ടായിരിക്കാം, അനുകൂലം ഉണ്ടായിരിക്കാം. പക്ഷേ ഞങ്ങളെയൊക്കെ വേദനിപ്പിക്കാതിരിക്കാൻ ബാലഗോപാൽ സാറും സ്വരാജും ഒക്കെ ഏറ്റവും മയത്തിലാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. TV ചാനലൊക്കെ തർക്കിക്കുമ്പോൾ ഞങ്ങളുടെ നിലപാട് ഇതാണ്, പക്ഷേ വിശ്വാസികൾ അതിലേക്ക് മാറി വരണം തുടങ്ങിയ കാര്യങ്ങളാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ നിലപാട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ശബരിമല വിധി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് പട്ടാളത്തെ ഉപയോഗിച്ച് പ്രക്ഷോഭം നടത്തുന്നവരെ മാറ്റുകയും അവിടെ യുവതികളെ കയറ്റണമെന്നുമാണ്. ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, ഹിന്ദുത്വവാദിയായ ബ്രാഹ്മണനായ, തമിഴ് ബ്രാഹ്മണനായ, ഹിന്ദു വലതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട രാജ്യസഭാ MP ആയ, ഹാർവേഡ് പ്രൊഫസറായ സുബ്രഹ്മണ്യ സ്വാമിയുടെ നിലപാടാണ്. സെപ്റ്റംബർ 28, 2018 സുബ്രഹ്മണ്യ സ്വാമി പറയുന്നത്, ഇന്ത്യൻ പട്ടാളത്തെ ഉപയോഗിച്ച് എൻ്റെ അമ്മയും മുത്തശ്ശിയെയും ഞങ്ങളുടെ അമ്മമാരെയും വഴിയിൽ നിന്ന് മാറ്റിയിട്ട് ശബരിമല യുവതികളെ കയറ്റണം. തീർന്നില്ല, എന്നിട്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം. ഇത് എൻ്റെ നിലപാടല്ല, അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. കേരളത്തിലെ BJPയുടെ ഇന്റലക്ച്വൽ ഹെഡായ ശ്രീ TG മോഹൻദാസ്, ഞാൻ TG മോഹൻദാസ് ഏട്ടനാണ് വിളിക്കുന്നത്. TG മോഹൻദാസ് ഏട്ടൻ എന്നെയും ശ്രീ O അബ്ദുള്ള, പഴയ മാധ്യമത്തിൻ്റെ എഡിറ്റർ, അദ്ദേഹത്തെയും കൂട്ടുന്ന ഒരു TV ചാനലിൽ ഇരുന്ന് ചീത്ത വിളിക്കുകയാണ്. ഇവരെ പോലുള്ള പിന്തിരിപ്പന്മാരാണ് സ്ത്രീകളെ ശബരിമലയെ കയറ്റാത്തത്. ഒരു കാരണവശാലും അങ്ങനെ പാടില്ല, ശബരിമല സ്ത്രീകളെ കയറ്റണം. RSSന്റെ മുതിർന്ന ബൗദ്ധിക്, RSSന്റെ 5 പ്രധാനപ്പെട്ട ചിന്തകന്മാരിൽ ഒരാളാണ് ശ്രീ രംഗഹരി. ഇദ്ദേഹം ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് ശബരിമല യുവതികളെ കയറ്റണമെന്ന് പറഞ്ഞു. മാറ്റുവിൻ ചട്ടങ്ങളെ എന്നാണ് അതിൻ്റെ പേര്. O രാജഗോപാൽ സാർ, രാജേട്ടൻ മാതൃഭൂമിയിൽ ഒരു ആർട്ടിക്കിൾ തന്നെ എഴുതിയിട്ടുണ്ട് ശബരിമല എന്തുകൊണ്ട് സ്ത്രീകൾ കയറണം എന്നുള്ളത്. എനിക്ക് ഇവരോട് ആരോടും വ്യക്തിപരമായ ദേഷ്യമില്ല. കാര്യം അവരുടെ ഉള്ളിൽ ഈ തികട്ടി കിടക്കുന്നത് യൂണിഫോം സിവിൽ കോഡാണ്. എങ്ങനെങ്കിലും എല്ലാ കാര്യങ്ങളും കൂടെ ഈ യൂണിഫോം സിവിൽ കോഡിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്യിച്ച് അതിലൂടെ മുസ്ലിം പേഴ്സണൽ ലോ ഇല്ലാതാക്കാം, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 25 ഉറപ്പ് തരുന്ന വിശ്വാസ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാം. ഈ അജണ്ടയ്ക്ക് വേണ്ടിയാണ് ഈ കാര്യം മുഴുവൻ. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പണി തരാൻ കൊണ്ടുവന്നത് ഏറ്റവും വലിയ പണി ഞങ്ങൾക്കാണ് കിട്ടിയത്. ഏറ്റവും ബുദ്ധിമുട്ട് കിട്ടിയതും ജയിലിൽ കിടന്നതും ഞങ്ങൾക്കാണ്. ഇതാണ് ഇതിൻ്റെ സത്യവും. എന്നും ഈ അപരന് ദോഷം ചെയ്യാൻ കൊണ്ടുവരുന്നത് നമുക്ക് തന്നെ ദോഷമായി വരും. അവിടെയാണ് ഞാൻ ദൈവവിശ്വാസിയായി പോകുന്നത്. ഇന്ന് അവർ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടി ശക്തിയുക്തം മുമ്പിലേക്ക് വന്ന് പറ്റില്ല, ഒരു യുവതികളെയും കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ് ശക്തിയുക്തം പ്രക്ഷോഭം നയിക്കുന്നത് ദൈവം സത്യത്തിൻ്റെ വഴിയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ യൂണിഫോം സിവിൽ കോഡാകട്ടെ, ശബരിമല വിഷയമാകട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും മുസ്ലിം സമൂഹത്തിൽ അപരത്വം അടിച്ചേൽപ്പിക്കുക, ഈ ശത്രുത അടിച്ചേൽപ്പിക്കുക. ആ അപരത്വം അടിച്ചേൽപ്പിച്ചിട്ട് ശബരിമല ഞങ്ങൾ താന്നു കൊടുത്തിരുന്നെങ്കിൽ എന്തു പറയുമെന്നറിയാമോ? തോറ്റുപോയിരുന്നെങ്കിൽ എന്തു പറയുമെന്നറിയാമോ? ഹിന്ദുക്കൾക്ക് പ്രധാനമായിരുന്നല്ലോ ശബരിമല. ഇന്ത്യൻ നിയമമാണ് പ്രധാനം. ആ ഇന്ത്യൻ നിയമത്തിന് വേണ്ടി അവർ ശബരിമല വിട്ടുവന്നു. ഇനി നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലോ എടുത്ത് കളയണം, യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം. ഇത് പറയാൻ വേണ്ടിയുള്ള പൊറാട്ട് നാടകങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ നടന്നത്. ദൈവം സഹായിച്ചത് നടന്നില്ല. ഇനി നമ്മൾ കേസ് ജയിക്കുകയും ചെയ്യും. എല്ലാ മതസമൂഹത്തിനും ഉള്ള ഒരു പരിരക്ഷയായിട്ട് നമ്മുടെ കേസ് മാറുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഈ അപരത്വത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് NRC, CAA, UCC. അവിടെയാണ് നിങ്ങൾ ഏറ്റവും എഫേർട്ട് എടുക്കേണ്ടത്. നേരത്തെ ഷിബു ബേബി ജോൺ സാർ പറയുന്നത് പോലെ ഹിന്ദു സമൂഹത്തിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുകയും അവരോട് സംസാരിക്കുകയും അവരുടെ തെറ്റിദ്ധാരണ മാറ്റുകയും ചെയ്യേണ്ടതാണ്. ഇത് പറഞ്ഞില്ലെങ്കിൽ എന്നെ പോലുള്ളൊരു സാധാരണക്കാരൻ എങ്ങനെ അറിയും? ഇത് പറഞ്ഞില്ലെങ്കിൽ, കാര്യം നമ്മളെല്ലാം ചെറിയ പ്രായം മുതൽ കേട്ടുവരുന്നത് ഇതേ കള്ളമാണ്. ഇത് പറഞ്ഞില്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എങ്ങനെ മനസ്സിലാകും? അവസാന 3 മിനിറ്റ്, ഒരു എക്സ്ട്രാ 3 മിനിറ്റ് എടുക്കുകയാണ് അവസാന പോയിന്റ്. ഇതിലെയും ഒരു ആഴമേറിയ പോയിന്റ് നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചുകൊണ്ട് ഒരു 10,000 വർഷങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ ഒരു 50 സെക്കൻഡിൽ പറയാം. 5000 വർഷമായിട്ടുള്ള ഞങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ ഒരു 50 സെക്കൻഡിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം. ആഴ്ചയിൽ ഏത് ദിവസവും നമുക്ക് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകാം, അതാത് വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസ കേന്ദ്രങ്ങളിൽ പോകാം. പക്ഷേ ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മളുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ പള്ളിയിൽ പോയി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, പള്ളിയിൽ അച്ഛനെ കേൾക്കുന്നത്, ആത്മീയത പഠിക്കുന്നത്, ഒരുമിച്ച് സഹകരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്, പരസ്പരം സഹായം ചെയ്യുന്നതൊക്കെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ ആഴ്ചയിൽ ഏത് ദിവസമാണ്? ഞായറാഴ്ച. ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ജുമാ പ്രാർത്ഥനയ്ക്കായിട്ടോ കുത്തുബ പ്രസംഗത്തിനായിട്ടോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നമുക്കൊരു നിലപാടെടുക്കണമെന്ന് പറയാനോ അല്ലെങ്കിൽ പരസ്പരം സഹായിക്കണമെന്ന് പറയാനോ മുസ്ലിം സമൂഹം ആഴ്ചയിൽ ഏത് ദിവസമാണ് ഒരുമിച്ച് കൂടുന്നത്? വെള്ളിയാഴ്ച. ആഴ്ചയിൽ ഏത് ദിവസമാണ് നിങ്ങളുടെ ഹിന്ദു സഹോദരങ്ങൾ
ഇതേപോലെ ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ ആത്മീയത പഠിക്കാനോ ഞങ്ങളുടെ ഇടയിൽ പാവപ്പെട്ടവരെ സഹായിക്കാനോ ഉള്ള വ്യക്തിയിലേക്ക് സഹായം എത്തിക്കാനോ പലിശയില്ലാതെ കാശ് കൊടുക്കാമെന്ന് പറയാനോ നിനക്ക് ജോലിയോ അഡ്മിഷനോ മേടിച്ചു തരാമെന്ന് പറയാനോ ഞങ്ങളുടെ ഇടയിലുള്ള ഒരുപാട് അമ്പല കേസുകളും കാര്യങ്ങളും ഉണ്ട്, ഇതൊക്കെ പരിഹരിക്കണമെന്ന് പറയാൻ നിങ്ങളുടെ ഈ ഹിന്ദു സഹോദരങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ സമൂഹം ആഴ്ചയിൽ ഏത് ദിവസമോ ഒരുമിച്ച് കൂടുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് ദിവസമോ സമയമോ കാര്യമോ ഒന്നുമില്ല. ഈ അടുത്തിടയ്ക്ക് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് കിട്ടി, വളരെ പ്രസക്തമായ വാട്സപ്പ് മെസ്സേജാണ്. തമാശയാന്ന് തോന്നുമെങ്കിലും നൂറ്റാണ്ടുകളുടെ പ്രശ്നങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന വാട്സപ്പ് മെസ്സേജാണ്. ക്രിസ്ത്യൻ സഹോദരങ്ങൾ എല്ലാ ഞായറാഴ്ചയും അവരുടെ പള്ളിയിൽ ഒത്തുകൂടും. മുസ്ലിം സഹോദരങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും അവരുടെ പള്ളിയിൽ ഒത്തുകൂടും. എപ്പോഴൊക്കെ അന്നദാനങ്ങളുണ്ടോ നമ്മൾ ഹിന്ദുക്കൾ അപ്പോഴൊക്കെ അമ്പലത്തിൽ പോകുന്നു എന്നുള്ളത്. ഇതാണ് അതിൻ്റെ പച്ച പരമാർത്ഥം. അതുകൊണ്ടാണ് ഹിന്ദുക്കളായാലും ചിരിക്കുന്നത്. കാര്യം എൻ്റെ അമ്മ അങ്ങനെ തന്നെ. കാര്യം എന്താ, മോനെ ഇന്ന് വീട്ടിലൊന്നും വെക്കണ്ട, നമുക്ക് അപ്പുറത്തെ അമ്പലത്തിൽ പോയി കഴിക്കാം. നമ്മുടെ ഇടയിൽ ഈ ആത്മീയ പഠനമോ പരസ്പര സഹായമോ തുടങ്ങിയ കാര്യങ്ങൾ വേണ്ട രീതിയിലില്ല. അതുകൊണ്ട് ഞങ്ങളിലെ തീവ്ര സ്വരക്കാരെന്ത് ചെയ്യും? ഏറ്റവും എളുപ്പം ഒരു ശത്രുവിനെ ഉണ്ടാക്കുകയാണ്, ഏറ്റവും എളുപ്പം ഒരു അപരനെ ഉണ്ടാക്കുകയാണ്, ഏറ്റവും എളുപ്പം മറ്റവനെ ഉണ്ടാക്കുകയാണ്. അത് ഒരുപാട് ദൂരെയൊന്നും പോണ്ട, ഹരിപ്പാട് കുറച്ചപ്പുറത്തുള്ള ഹരിപ്പാടിൽ 6 മാസം മുമ്പ് എന്നെ ഒരു പരിപാടിക്ക് വിളിച്ചു. വലിയൊരു ഐക്യം അവിടെ ഉണ്ടായി. ഇപ്പോഴും അന്വേഷിച്ചാൽ അറിയാം. CPM-ഉം BJP-യും കോൺഗ്രസും എല്ലാ പാർട്ടികളും ഒരുമിച്ച് വേദിയിലാണ്. പ്രശ്നം, അമ്പലക്കുളത്തിൽ ആരോ മാലിന്യം എറിയുന്നു. ഞാൻ പറഞ്ഞു വലിയ പ്രശ്നമാണ്. ആഹാ, എന്നാൽ നമുക്ക് പോകണമല്ലോ. നമ്മുടെ അമ്പലത്തിൽ ആരാ മാലിന്യം എറിയുന്നതെന്ന് അറിയാൻ ഞാൻ പോയി. നമ്മുടെ ഇവിടെ നടന്ന സംഭവം. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചെത്തി. ആരാന്ന് ആർക്കും അറിയില്ല. ഞാൻ പറഞ്ഞു വലിയൊരു സന്തോഷമാണ്, CPM-കാരും BJP-കാരും എല്ലാം ഒരുമിച്ച് വേദി ഇരിക്കുന്നത് കാണാൻ വലിയ സന്തോഷമാണ്. അപ്പം ഞാനായിരുന്നു ഉദ്ഘാടനം. ഞാൻ ഉദ്ഘാടനമൊക്കെ പറഞ്ഞ് ശരിയാണ്, ഇങ്ങനെ ചെയ്യുന്ന ശരിയല്ല, നമ്മുടെ അമ്പലം നമ്മുടെ സംസ്കാരമാണ്, സംരക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി. ഞാനപ്പോൾ ഓർഗനൈസർ പയ്യനെ വിളിച്ചിട്ട് തിരിച്ചു പോകാൻ വിളിച്ചു. മോനെ ആരാ ചെയ്യുന്നത്? ചേട്ടാ ആരാന്നൊന്നും ഒരു പിടിയില്ല. പിന്നെ ഞാൻ പറഞ്ഞതായി ചേട്ടൻ ആരോടും പറയണ്ട, രാത്രി മാഷാ അള്ളാ എന്ന് പറഞ്ഞ് എഴുതിയൊരു വണ്ടി വരും, ആ വണ്ടിയാണ് ചെയ്യുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്, എനിക്കറിയില്ല കേട്ടോ. ഞാനപ്പോൾ അവനെ ഇങ്ങനെ വിളിച്ച്, അനിയ ഇതല്ലേ? അതായത് എപ്പോഴും എനിക്ക് മനസ്സിലായി ഇത് സ്ഥിരം ഒരു പരിപാടിയാണ്. അതായത് പണ്ട് നമ്മൾ ഇൻഡിപെൻഡൻസ് ചെയ്യുന്നതിന് മുമ്പ് തൊട്ടുള്ള കലാപരിപാടിയാണ്. അതായത് ഒരു പശുവിനെ ഇറക്കും, അമ്പലത്തിൽ എറിയും, മുസ്ലിങ്ങളാണെന്ന് പറയും. ഒരു പന്നിയെ ഇറക്കും, മുസ്ലിം പള്ളിയിലേക്ക് എറിയും, ഹിന്ദുക്കളാണെന്ന് പറയും. സ്ഥിരമുള്ളൊരു കലാപരിപാടിയാണ്. ഞാൻ പറഞ്ഞു, അനിയ നിന്നോട് ഇത് ആര് പറഞ്ഞു? അല്ല ചേട്ടാ എനിക്കറിയില്ല, നമ്മുടെ അമ്പലത്തോട് ആർക്കാ ദേഷ്യം? ഞാൻ പറഞ്ഞു, നിന്റെ അമ്പലത്തോട് ആർക്കാ ഇത്ര ദേഷ്യം? അല്ല ഈ അപരത്വം, അവർ മുസ്ലിങ്ങളെന്ന് പേര് പറയില്ല, ഭയങ്കര കൗതുകമാണ്. അവർ എന്നൊക്കെ പറയൂ. ചേട്ടാ അവരാണെന്ന് തോന്നി. ഞാൻ എവർ അല്ല അവർ. ഈ അപരത്വം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ശത്രുത ഉണ്ടാക്കാനുള്ള വളഞ്ഞ വഴിയിലെ വൃത്തികെട്ട തന്ത്രങ്ങളാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ ഫേസ്ബുക്കോ മറ്റോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ എന്നോട് ഒന്ന് ചോദിക്കും, നീ യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് കാശ് മേടിച്ചിട്ടല്ലേ എന്നൊക്കെ. പിന്നെ പാകിസ്ഥാൻകാർക്ക് ഇതല്ലേ പണി, നമ്മുടെ നാട്ടിൽ യൂണിഫോം സിവിൽ കോഡിൻ്റെ കാശ്. അപ്പോൾ ഞാനപ്പോൾ അവരോട് ഇല്ലെന്നോ ഉണ്ടെന്നോ പറയില്ല. ഞാനപ്പോൾ അവരോട് പറയും, പൂജനീയ സർസംഘചാല ഗുരുജി ഗോൾവൽക്കർ എത്ര കാശ് മേടിച്ചിട്ടാണോ യൂണിഫോം സിവിൽ കോഡിനെ എതിർത്തത്, അത്രയും കാശ് ഞാനും മേടിച്ചു, എന്നിട്ടാണ് ഞാൻ ഈ യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്നത്. ഈ അപരത്വത്തിന്റെ രാഷ്ട്രീയമാണ്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് എന്തുമാത്രം കൊടുമ്പിരി കൊണ്ട പ്രൊപ്പഗാൻഡ നമ്മുടെ നാട്ടിൽ. നിർബന്ധിത മതപരിവർത്തനങ്ങൾ തെറ്റാണ്, ഒന്ന് നടന്നാലും അത് അപലപനീയമാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ അതിശക്തമായി നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ഒരു സിന്ദൂരം ധരിച്ച അമ്മ. ഞാൻ സിന്ദൂരം ധരിക്കുന്നത് കാക്കമാർ എൻ്റെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നത്. സാധാരണ ഹിന്ദു സ്ത്രീകൾ സിന്ദൂരം ധരിക്കുന്നത് മംഗല്യത്തെയോ ഭർത്താവിനെയോ സൂചിപ്പിക്കാനാണ്. കാക്കമാർ തട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ. ആ അമ്മയുടെ കുറ്റമല്ല. ആ അമ്മയോട് ഒരിക്കലും നിങ്ങൾക്ക് ദേഷ്യം തോന്നരുത്. ആ അമ്മയുടെ ഉള്ളിൽ പറഞ്ഞു കുത്തിത്തിരികിയ വിഷത്തിൻ്റെ പ്രശ്നമാണ്. അമ്മ വിശ്വസിക്കുന്നത് എന്താ അറിയാവോ? എൻ്റെ പെൺമക്കൾ ഇപ്പോൾ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവാണ്, ഞാനിപ്പം പടക്കിറങ്ങി, ഞാനിപ്പം കാളിയായി നിന്ന് യുദ്ധം ചെയ്താൽ മാത്രമേ എൻ്റെ പെൺമക്കൾ രക്ഷിക്കൂ എന്ന് ഒരമ്മയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ തെറ്റിദ്ധാരണയാണ്. അതിന് ബെന്നി ബെഹനാൻ സാർക്ക് വലിയൊരു സേവനമാണ് ചെയ്തത്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഹിന്ദുക്കൾക്ക് വലിയൊരു സേവനമാണ് ചെയ്തത്. ഒരു കൃത്യമായ ചോദ്യം ചോദിച്ചു, ഇതിൽ ലവ് ജിഹാദ് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, ഞങ്ങളിത് കണ്ടിട്ടില്ല, പക്ഷേ 2 കേസുകളുണ്ട്, അത് അന്വേഷിക്കുന്നുണ്ട്. ഈ കേസുകളുടെ പേരിലാണ് നിങ്ങൾക്കറിയുമ്പോൾ ഒരു പക്ഷേ വിഷമം തോന്നും. അഖില ഹാദിയ എന്നൊരു കുട്ടിയുടെ കേസിൽ ഇടപെട്ടിട്ട് എനിക്ക് വളരെ ഗൗരവതരമായ ഡെത്ത് ത്രെറ്റുകൾ വരെ ഉണ്ടായി. കാര്യം ഇതിൻ്റെ എല്ലാം പുറകെ പാകിസ്ഥാനാണ്. ഈ പാകിസ്ഥാൻ നമ്മുടെ നാട്ടിൽ ഇവിടെ വൈക്കത്ത് വന്ന് പ്രവർത്തിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഇവരെ പറഞ്ഞു മാറ്റുകയല്ലാതെ നമ്മുടെ മുമ്പിൽ വഴികളില്ല. ഇവരെ പറഞ്ഞു മാറ്റുകയല്ലാതെ ഇത് വെറും അപരത്വത്തിൻ്റെ രാഷ്ട്രീയം മാത്രമാണ്. ഇതിൽ യാതൊരു രാഷ്ട്ര നിർമ്മാണവും ഇല്ല. ഇതിൽ പാകിസ്ഥാനിലെ ഹിന്ദുക്കളോട് ഒരു കരുണയില്ല. പാകിസ്ഥാനിലെ ഹിന്ദുക്കളോട് കരുണ കാണിക്കണം, വേണ്ടതൊന്നും പറയുന്നില്ല. പാകിസ്ഥാനിലെ അല്ല, ലോകത്തിലെ എല്ലാ മനുഷ്യരോടും കരുണ കാണിക്കണം. ഞാനുള്ള ഹിന്ദു സംഘടനയിൽ നിന്ന് എനിക്ക് അച്ചടക്ക നടപടി നേരിട്ടതാണ്. ഞാൻ അവിടെയും ശക്തിയുക്തം പറഞ്ഞു, പാകിസ്ഥാനി ഹിന്ദു മനുഷ്യനാണ്, പ്രധാനപ്പെട്ടവനാണ്, സ്നേഹം കാണിക്കേണ്ടവനാണ്.
പക്ഷേ പാകിസ്ഥാനി ഹിന്ദുവിനേക്കാൾ എനിക്ക് പ്രധാനം ഇന്ത്യൻ മുസ്ലിമാണ്. കാരണം എൻ്റെ നാട്ടിൽ ജനിച്ചു വളഞ്ഞ പരസ്പരം നമുക്കറിയാവുന്ന ഒരുമിച്ച് കളിച്ച് ഓണത്തിനും ഈദിനും ക്രിസ്മസിനും പരിപാടിക്ക് ഒരുമിച്ച് നിൽക്കുന്ന നമ്മളല്ലാതെ പാകിസ്ഥാനിലെ ആരെ എനിക്കറിയാം? എനിക്കാരെ അറിയില്ല. ഇവിടുത്തെ ആർക്കും അറിയാതെ എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇവരാരെ അറിയാനാ? പക്ഷേ ഈ പാകിസ്ഥാനിലെ ഹിന്ദുവിന് അവിടെ വേദന നേരിടുന്നതുകൊണ്ട് ഇവിടെ ഇന്ത്യയിലെ മുസ്ലിമിന് പണി കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വളരെ അപകടകരമായ ചിന്തയാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ പറഞ്ഞു തിരുത്തണം. ഞാൻ പറഞ്ഞതിന് ഒരു 5 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട്. അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് 2 റിക്വസ്റ്റാണുള്ളത്. ഇത് എന്ത് സമീപനത്തിലെടുക്കണം? ആ സമീപനം മഹാത്മാഗാന്ധി എടുത്ത സമീപനത്തിലെടുക്കണം. മഹാത്മാഗാന്ധി 1944 ഗോഡ്സെ കൊല്ലാൻ വന്നു. ഗോഡ്സെ എല്ലാവരും കൂടെ പിടിച്ചു മാറ്റി. മഹാത്മാഗാന്ധി പിടിച്ചു മാറ്റിയതിന് ശേഷം ഗോഡ്സെയോട് അങ്ങോട്ട് അഭ്യർത്ഥിച്ചു, നീ ഒരു കാര്യം ചെയ്യ്, 8 ദിവസം എൻ്റെ കൂടെ വന്ന് സബർമതി ആശ്രമത്തിൽ താമസിക്കും. 1944 ജൂലൈയിൽ തന്നെ കൊണ്ടാൻ വന്ന നാഥുറാം വിനായക് ഗോഡ്സെ എന്ന മഹാരാഷ്ട്ര ബ്രാഹ്മണനായ ഈ തീവ്ര ബ്രാഹ്മണിക്കൽ വലതുപക്ഷവാദിയോട് മഹാത്മാഗാന്ധി അങ്ങോട്ട് അഭ്യർത്ഥിച്ചു, നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ കൂടെ വന്നൊരു 8 ദിവസം എൻ്റെ ആശ്രമത്തിൽ താമസിച്ച്, ഞാൻ പറയുന്ന എന്തെങ്കിലും കേട്ടായിരിക്കും നിനക്ക് ദേഷ്യം ഉണ്ടായത്, ആയിക്കോട്ടെ, നമുക്ക് സംസാരിച്ച് ശരിയാക്കാം, നമുക്ക് പരസ്പരം തർക്കിക്കാം, സംസാരിക്കാം, ശരിയാക്കാം, എൻ്റെ നിലപാടിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ മാറ്റാം. ഇത് പറയാനുള്ള ഒരു മനുഷ്യത്വവും ക്ഷമയും നമുക്ക് വേണം. കാരണം അടി കൂടിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ഭാഗത്തുനിന്ന് തല്ലുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതാണ് അവർക്ക് സന്തോഷം. കാര്യം ആ തല്ലിലൂടെയാണ് അവർ ഊർജ്ജം എടുക്കുന്നത്. കണ്ടോ, അവർ നമ്മളെ അങ്ങനെ ചെയ്തു, ഇവർ നമ്മളെ ഇങ്ങനെ ചെയ്തു, ഇവർ അങ്ങനെ ചെയ്തു. ഫസൽ ഗഫൂർ സാറ് കഷ്ടകാലത്തിന് പറഞ്ഞു, ഇനിയും ഒരുപാട് അസ്ത്രങ്ങൾ നമ്മുടെ ആവനാഴിയിലുണ്ടെന്ന്. മലയാളം അറിയുന്നവർക്കറിയാം, അസ്ത്രങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലോ ആവനാഴിയിലുണ്ടെന്ന് പറഞ്ഞാലോ ഒരു പ്രയോഗമാണ്. ഇനിയും ഒരുപാട് നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ആശയങ്ങളും ആയുധങ്ങളും ഉണ്ടെന്നാണ്. ഞാൻ ഒരിക്കൽ അതിനെ ന്യായീകരിച്ചതിന് ഒരുപാട് പേരെന്നെ ചെയ്തു ചോദിച്ചു, ഫസൽ ഗഫൂർ സാർ അസ്ത്രങ്ങൾ വെച്ച് ജിഹാദ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു, പിന്നെ ഈ അസ്ത്രങ്ങൾ വെച്ചാണ് ഇനി ജിഹാദ് ചെയ്യാൻ പോകുന്നത്. ഇത് അറിയാഞ്ഞിട്ടൊന്നും പറയുന്നതല്ല, എന്തെങ്കിലും വീണ് കിട്ടാൻ നോക്കിയിരിക്കുകയാണ്. അതിൻ്റെ മേളിൽ വീണ്ടും പ്രകോപനം ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. യഥാർത്ഥത്തിൽ ഗോഡ്സെയെ മഹാത്മാഗാന്ധി നേരിട്ടതുപോലെ നമുക്ക് നേരിടാൻ കഴിയണം. ഞാനതുകൊണ്ട് അതിനെ ഹിന്ദുത്വ തീവ്രവാദമെന്നോ ഒന്നും, ഇതൊരു കറക്റ്റ് വാക്ക് പറഞ്ഞാൽ എക്സ്ട്രീം റൈറ്റ് വിങ് ബ്രാഹ്മണിക്കൽ ഫാസിസം, അഥവാ 99% ബ്രാഹ്മണരും പാവങ്ങളാണ്, നല്ലവരാണ്, സാത്വികരാണ്, സാധുക്കളാണ്. പക്ഷേ ഈ 1% വരുന്ന തീവ്ര വലതുപക്ഷ ബ്രാഹ്മണിക്കൽ എന്ന് വിളിക്കുന്ന ഗോഡ്സെയെ പോലെ, നാരായണ ആപ്തയെ പോലുള്ളവർ എന്നും ഹിന്ദു മുസ്ലിം കലാപത്തിലൂടെ ആസിഫയെ കൊന്ന സാഞ്ചിറാമിനെ പോലുള്ളവർ ഈ രീതിയിൽ പരസ്പരം കലാപമുണ്ടാക്കി പരസ്പരം വിദ്വേഷം ജനിപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ്. പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യം നിങ്ങൾ ഓർക്കുക, അന്ധകാരത്തെ അന്ധകാരം കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല, വെറുപ്പിനെ വെറുപ്പ് കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല, തിന്മയെ തിന്മ കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല, തിന്മയെ നന്മ കൊണ്ടും അന്ധകാരത്തെ വെളിച്ചം കൊണ്ടും മാത്രമേ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയൂ. കാര്യം തിന്മ കൊണ്ട് നേരിട്ടാൽ കൂടുതൽ തിന്മയുണ്ടാകും, അന്ധകാരത്തിൻ്റെ കൂടെ കുറേ കൂടെ അന്ധകാരം ഉണ്ടാകുമെന്നല്ലാതെ വെറുപ്പിനെ കൊണ്ട് നേരിട്ടാൽ 2 സൈഡിലെയും വെറുപ്പ് കൂടുമെന്നല്ലാതെ ഒരു ഗുണവും ഉണ്ടാകില്ല. അവിടെയാണ് വെറുപ്പില്ലാതെ ഈ പറയുന്ന നിയമങ്ങളും ഈ പറയുന്ന നയങ്ങളുമെല്ലാം ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ, അപരത്വത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ, ഹിന്ദു ആത്മീയതയുടെ ശൂന്യതയിൽ നിന്നുണ്ടാകുന്നതാണ്. ഇതിനെ നമ്മൾ സജീവമായി ഗാന്ധിയൻ പാതയിലൂടെ ക്ഷമയോടെ നേരിട്ട് അവസാനിപ്പിക്കണം. എന്നാൽ മാത്രമേ ഈ വിഷയം തീരുകയുള്ളൂ. അവിടെയാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും വിശ്വാസിയും വിശ്വാസി അല്ലാത്തവനും നിരീശ്വരവാദിയും അഗ്നോസ്റ്റിക്കും ദൈവത്തിൽ പകുതി വിശ്വാസവും പകുതി വിശ്വാസമില്ലാത്തവനും എല്ലാം ഒരുമിച്ച് നിന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ അടിസ്ഥാന സങ്കല്പങ്ങളിലൊന്നായ ഐക്യം, ബഹുസ്വരത, മതസൗഹാർദ്ദം തുടങ്ങിയ വൈവിധ്യം, ഈ ആശയങ്ങളെ മുമ്പോട്ട് പിടിച്ച് പോകേണ്ടത്. അതിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് മഹത്തരമായൊരു കർത്തവ്യമാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങൾക്കും ഞങ്ങളുടെ വരും തലമുറകൾക്കും ഈ നാടിനും കൂടെ വേണ്ടിയാണ് ഈ ബുദ്ധിമുട്ടെടുക്കുന്നത്, ഇത്തരം പരിപാടികൾ ചെയ്യുന്നത്. പെട്ടെന്നൊരു പക്ഷേ ഇന്നത്തെ ആൾക്കാർക്കത് മനസ്സിലാകില്ല. പക്ഷേ വരാൻ പോകുന്ന കാലം, നിങ്ങൾ ഈ എടുക്കുന്ന ത്യാഗം, നിങ്ങൾ ഈ എടുക്കുന്ന ഓർഗനൈസ് ചെയ്യാൻ എടുക്കുന്ന ബുദ്ധിമുട്ടുകൾ, നിങ്ങൾ ഈ നടക്കുന്ന ഓരോ കാൽപ്പാടുകൾക്കും ഈ രാജ്യത്തിൻ്റെ